കാനാൻ മേഖല അവതരിപ്പിക്കുന്ന ഒരു കാനാൻകാരന്റെ സ്വപ്നങ്ങൾ. മുതലാളി, മുതലാളി, ഈ വർക്കിംഗ് മുതലാളി, മുതലാളി, താൻ വീണ്ടും വന്നു അല്ലേ? മുതലാളി, ചൈനയിലുള്ള ഫ്രെഡിമോൻ ഇന്ന് വരുമെന്നല്ലേ പറഞ്ഞത്? മാത്തച്ഛന്റെ മകളുമായിട്ടുള്ള വിവാഹം നടക്കില്ല, നടക്കില്ല. എന്റെ മോൻ ഫ്രെഡിയെ ലക്ഷങ്ങൾ മുടക്കി ചൈനയിൽ അയച്ച് പഠിപ്പിച്ച് ഡോക്ടറാക്കിയിട്ടുണ്ട്. അവൻ കിട്ടുന്ന പെണ്ണ് ശോഭാമാളിന്റെ ഹെലിപ്പാഡിൽ സ്വന്തം ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങണം. അങ്ങനെയുള്ള ഒരു തറവാട്ടിൽ നിന്ന് മാത്രമേ അവൻ പെണ്ണ് കിട്ടൂ. അതെന്തിനാ മുതലാളി ഹെലികോപ്റ്റർ? മുതലാളിക്ക് മീൻ വാങ്ങാൻ ചന്തയിലേക്ക് പോകാൻ. നീ അകത്ത് പോ. വെറുതെ നാട്ടുകാർ തന്നെ പെറുക്കി പെറുക്കി ആട്ടെ, ഇവൻ തന്റെ മോനല്ലേ? അതെ, അടുത്ത മാസം 19-ന് എന്റെ മകൻ നമ്മുടെ പറപ്പൂർ പള്ളിയിൽ വെച്ച് വൈദിക വസ്ത്രം സ്വീകരിക്കുകയാണ്. അപ്പ ഞാനും അന്നേ ദിവസം വൈദിക വസ്ത്രം സ്വീകരിക്കും. അപ്പൻ അനുഗ്രഹിക്കണം. എണീക്കണ, അകത്ത് കയറി പോടാ. തനിക്കൊരു മോനല്ലേ ഉള്ളത്? വല്ല 4 കാശും വാങ്ങി ചെക്കന്റെ കല്യാണം നടത്താണ്ട് അച്ഛനാക്കാൻ നടക്കുന്നു. ദൈവവിളിയല്ലേ മുതലാളി? എന്നിട്ട് എന്താണോ നേട്ടം? കുഞ്ഞുനാളിലെ എന്റെ മനസ്സിൽ ഉറച്ചുപോയ ഒരു സ്വപ്നമാണിത്. ഒരുപാട് അച്ഛന്മാരും കന്യാസ്ത്രീകളുമുള്ള ഈ പറപ്പൂർ ഇടവകയിൽ നിന്നും എനിക്കും ഒരു വൈദികനാകണമെന്നുള്ളത്. കേറി പോകാനാണ് നിന്നോട് പറഞ്ഞത്. സൂസമ്മോ, എന്താണൊരു മൂളിപ്പാട്ട്? ഞാൻ നമ്മുടെ ആ പഴയ കാലം ഓർക്കുകയായിരുന്നു വർക്കേട്ടാ. രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മ സംഗീത ശില്പം നീയല്ലേ. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനകൾ ചുണ്ടിലണിഞ്ഞവളെ. രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മ സംഗീത ശില്പം നീയല്ലേ. കൂടെ ഒരു പെണ്ണും കുട്ടിയും ഉണ്ട്. എന്റെ ഈശോയേ, ഈശോ, എന്റെ സൂസി. കഞ്ചിമ്മി കാട്ടണ കുഞ്ഞാര പൊന്നു ബൊമ്മ, അവൾ നിന്നെ വിളിക്കും, അവൾ ആടി കളിക്കും, നിന്റെ കൂടെ കളിക്കും, പിന്നെ ഒന്നിച്ചുറങ്ങും. പണ്ടേ 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 തൊട്ടേ കൂട്ടാൻ നീ ഏതോ
നമുക്ക് മക്കൾ 3 അല്ലേ? അതിലിനി 2 ബാക്കിയുണ്ട്. എന്നാ വിളിക്കടി മദ്രാസിലേക്ക്. രണ്ടാമത്തവൻ ജിമ്മിച്ചിന്റെ കല്യാണം നമുക്ക് ഉടനെ നടത്തണം. മുതലാളി, മദ്രാസിൽ നിന്ന് ജിമ്മിച്ചൻ വരുന്നു. അപ്പ ഞങ്ങൾ അനുഗ്രഹിക്കണേ. എന്റെ കർത്താവേ, നീയും സുസുമോ, എന്തേ നമ്മുടെ മക്കളെല്ലാം ഇങ്ങനെ അനിഷ്ടക്കാരായത്? സെബിമോന്റെ ദൈവവിളി അങ്ങനെയാണെങ്കിൽ നമ്മളായിട്ട് എന്തിനാ മനുഷ്യ എതിര് നിൽക്കുന്നത്? എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു പറക്കേട്ട. ഉന്നത വിദ്യാഭ്യാസത്തിനും ഉയർന്ന ജോലിക്ക് വേണ്ടിയും നമ്മൾ മക്കളെ വിദേശത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നതെന്ന് നമ്മൾ അറിയുന്നുണ്ടോ? അവർക്ക് കൃത്യമായ ഭക്ഷണമോ മരുന്നോ താമസ സൗകര്യങ്ങളോ ഒന്നും അവിടെ ലഭിക്കുന്നില്ല. ശരിയായ വിദ്യാഭ്യാസം പോലും ഇല്ലെന്നുള്ളതാണ് സത്യം. വിദേശങ്ങളിലേക്ക് പറക്കുന്ന നമ്മുടെ പുതുതലമുറ ദേശത്തിൻ്റെ നഷ്ടമാണ്, രാജ്യത്തിൻ്റെ നഷ്ടമാണ്. നമ്മുടെ വിശ്വാസവും സംസ്കാരവും അവർ മറന്നു പോകുന്നു. അതിൽ നമുക്കും നല്ലൊരു പങ്കില്ലേ? അടിയുറച്ച വിശ്വാസ ജീവിതവും സംസ്കാരവുമുള്ള കുട്ടികളായി നമ്മുടെ മക്കൾ വളരേണ്ടതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്തം നമ്മുടേതല്ലേ? അങ്ങനെയുള്ള മക്കൾ എവിടെ പോയാലും നമ്മുടെ വിശ്വാസ ജീവിതം മുറുകെ പിടിച്ച് ജീവിക്കും. എല്ലാത്തിൻ്റെയും അവസാന വാക്ക് പണമല്ല. പണവും പ്രശസ്തിയും നമ്മെ അന്ധരാക്കാതിരിക്കട്ടെ. വയ്ക്കേട്ട, ഒരു വൈദികനാകാനുള്ള ദൈവവിളി എല്ലാവർക്കും ലഭിക്കുന്ന ഒന്നല്ല. ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പ, ഞങ്ങളുടെ വൈദിക വസ്ത്ര സ്വീകരണ ചടങ്ങിലേക്ക് അപ്പനും അമ്മയും വരണം, അനുഗ്രഹിക്കണം. എന്റെ ചങ്കാണെന്റെ യേശു, ചങ്കിലെ ചോര തന്നു എന്നെ സ്നേഹിച്ചവനേശു. എന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്നു എന്നെ വീണ്ടെടുത്ത യേശു. ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു, ചങ്കിലെ ചോര തന്നു എന്നെ സ്നേഹിച്ചവനേശു. എന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്നു എന്നെ വീണ്ടെടുത്ത യേശു.
മക്കളുടെ വിവാഹം നമ്മുടെ പള്ളിയിൽ വെച്ച് തന്നെ നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റും. ഞങ്ങളോട് ക്ഷമിക്കപ്പാ. എന്നോടും ക്ഷമിക്കെന്റെ മക്കളെ. നിങ്ങളുടെ സന്തോഷമാണ് എന്റെയും സന്തോഷം.